ഹായ്. ഏറ്റവും കഴിവുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ല ഓർമ്മശക്തിയുള്ള ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളല്ല കേരള PSC ടോപ്പ് റാങ്ക് ലിസ്റ്റിലേക്ക് വരുന്നത്. ഏറ്റവും സ്മാർട്ടായ വിദ്യാർത്ഥികളാണ്. കാര്യം സ്മാർട്ട്നെസ്, സാമർഥ്യം, ഈ ഒരു ക്വാളിറ്റി എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, വേണ്ടെന്നല്ല പറഞ്ഞത്. പക്ഷെ അതിനൊപ്പം നന്നായി സ്മാർട്ട് വർക്കും കൂടെ ചെയ്യാൻ സാധിച്ചെങ്കിലേ നമുക്കൊരു ടോപ്പ് റാങ്കിലേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ പറ്റുള്ളൂ. ഇത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പം തന്നെ വെച്ചോളൂ. നിങ്ങൾ PSC എക്സാംസിന് വേണ്ടി പഠിച്ചു തുടങ്ങുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടും കാണുക. ഒരു ഷോർട്ട് വീഡിയോ ആണിത്. ഒരു ഉയർന്ന റാങ്ക് ലിസ്റ്റിലേക്ക് പല ഡിഗ്രികളുടെ എക്സാംസിനും എനിക്ക് എത്താൻ സാധിച്ചത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ടെക്നിക്സ് യൂസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതല്ല, നിങ്ങൾ PSC ഒക്കെ പഠിച്ച് കുറച്ചു കാലമായ വിദ്യാർത്ഥിയാണെങ്കിലും ഈ വീഡിയോയിലെ കണ്ടന്റുകൾ നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. മാർക്ക് ഉറപ്പായും കൂടും. അത് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. നമ്മുടെ ടെലിഗ്രാം ചാനലിലെ മെമ്പേഴ്സ് ആവണം കേട്ടോ എല്ലാവരും. ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡെയിലി രാവിലെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ തരുന്ന ഫ്രീ മോക്ക് ടെസ്റ്റുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ നിങ്ങളുടെ മാർക്ക് ബൂസ്റ്റ് ആകും. ഇപ്പം എല്ലാവരെയും ടെലിഗ്രാം കുടുംബത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ ഒരു PDF ഞാൻ ടെലിഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. PSC എക്സാം ഹോള് പ്രിലിംസ് 1.25 മണിക്കൂർ, മെയിൻസ് 1.5 മണിക്കൂർ. ഈ സമയത്ത് നമ്മൾ 100 ചോദ്യങ്ങൾ, അതും ഹിസ്റ്ററി, ജോഗ്രഫി മുതൽ മാത്സ്, മലയാളം, ഇംഗ്ലീഷ് വരെയുള്ള ഡിഫറെന്റ് സബ്ജക്റ്റുകളിലെ ചോദ്യങ്ങൾ സോൾവ് ചെയ്യണം. ഇവിടെ നമ്മൾ സ്മാർട്ടായി ചിന്തിക്കണം, അതായത് കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിക്കണം. സൂര്യന് താഴെയുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചതിന് ശേഷം എക്സാം എഴുതാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല, മനുഷ്യസാധ്യമല്ലത്. അതുകൊണ്ട് തന്നെ ഈവൻ അറിയാത്തൊരു ചോദ്യം, നമ്മൾ പഠിച്ചിട്ടില്ലാത്തൊരു ചോദ്യം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യം എക്സാം ഹോളിൽ വന്നാലും അതിന്റെ ആൻസറിലേക്ക് എത്താൻ നമുക്ക് പറ്റണം. പല ക്വസ്റ്റ്യൻസും എക്സാമിനർ അല്ലെങ്കിൽ PSC സെറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ കോമൺ സെൻസ് അളക്കാനാണ്, നിങ്ങളുടെ അറിവ് അളക്കാനല്ല. ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. അപ്പം ഇത്തരത്തിലുള്ള വലിയ ചോദ്യങ്ങൾ, 3 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ്, ഭയങ്കര വലിയ ചോദ്യമാണ് അല്ലേ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യാനൊരു ടെൻഡൻസി നമ്മുടെ ഉള്ളിൽ വരും. പക്ഷേ ഏറ്റവും എളുപ്പമുള്ള ചോദ്യമാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. ഏറ്റവും അവസാനം കഴിഞ്ഞാൽ DYSP എക്സാം അല്ലെ, വല്ലപ്പോഴും വിളിക്കുന്ന ഒരു ടഫസ്റ്റ് എക്സാം ആണ് DYSP, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന്റെ ചോദ്യങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് അത് വെച്ച് തന്നെ ഒന്ന് പയറ്റി നോക്കാം. ഈ ചോദ്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയേ. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെ, പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷനെ സംബന്ധിച്ച് ഈ 3 പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഇത് വട്ടമിട്ട് വെക്കണം. ട്രൂ അല്ലെങ്കിൽ ഫോൾസ് അല്ലെങ്കിൽ റൈറ്റ് അല്ലെങ്കിൽ റോങ്, അത് വട്ടമിട്ട് വെക്കണം. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആൻസർ ബബിൾ ചെയ്യുമ്പോൾ മാറിപ്പോകും. അപ്പൊ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ഈ കമ്മീഷൻ പട്ടികജാതിക്കാരുടെ പ്രശ്നങ്ങളെ പറ്റി അല്ലെങ്കിൽ അവർ സേഫ് ഗാർഡ്സ്, നമ്മുടെ ഭരണഘടനയിൽ പട്ടികജാതിക്ക് വേണ്ടി പല പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതൊക്കെ കൃത്യമായി നടക്കുന്നുണ്ടെന്ന് മോണിറ്റർ ചെയ്യണം എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ല. ഒരു വിഭാഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി രൂപീകരിക്കപ്പെടുന്ന ഒരു കമ്മീഷൻ. നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ എടുക്കുക, സ്ത്രീ ദേശീയ വനിതാ കമ്മീഷൻ, അല്ലെങ്കിൽ ദേശീയ പട്ടികവർഗ കമ്മീഷൻ എടുക്കുക, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് എടുക്കുക. ഒരു വർഗം അല്ലെങ്കിൽ ഒരു കാറ്റഗറിക്ക് വേണ്ടി അവർ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു കമ്മീഷൻ വരുമ്പോൾ അവരെന്തായാലും ഇത് ചെക്ക് ചെയ്യില്ലേ? ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ ആ വിഭാഗത്തിന് കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം അവർ ചെക്ക് ചെയ്യാതിരിക്കൂ. അപ്പൊ ഇത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വെറും കോമൺ സെൻസ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റോ, ടു ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് മോണിറ്റർ ഓൾ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു സേഫ് ഗാർഡ് പ്രൊവൈഡ് ഫോർ ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് അണ്ടർ ദ ലോ. ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടറുള്ള സേഫ് ഗാർഡ് ആണെങ്കിൽ ഇവിടെ നമ്മൾ നിയമം പാർലമെന്റ് പാസ്സാക്കൂല ഇടയ്ക്കിടയ്ക്ക്, അതിന്റെ അണ്ടറിലുള്ള എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ടോ ചെക്ക് ചെയ്യില്ല അല്ലെ. ഇതൊരു ഓപ്പോസിറ്റ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ദേശീയ പട്ടികജാതി കമ്മീഷൻ പട്ടികജാതിക്കുള്ള നിയമപരമായിട്ടുള്ള അവകാശങ്ങൾ ലഭ്യമാകുന്നുണ്ടോ എന്ന കാര്യം എൻക്വയറി ചെയ്യാറില്ല എന്നൊന്നും ആലോചിച്ചാൽ തെറ്റല്ലേ ആ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയായല്ലേ പറ്റൂ. ഇതാണ് സ്മാർട്ടായിട്ട് ചിന്തിക്കണം എന്നുള്ളത്. ഇതാണ് തേർഡ് സ്റ്റേറ്റ്മെന്റോ, സ്പെസിഫിക് കംപ്ലൈൻസ്, അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് അവർ നേരിടുന്ന പ്രത്യേക ഇഷ്യൂസ് അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നു, ആ സമയത്ത് ലഭിക്കുന്ന പരാതികൾ പരിഹരിക്കുന്നത് ഇവരുടെ ഡ്യൂട്ടിയാണെന്ന് പറയുന്നത്. അതും ശരിയല്ലേ. അപ്പം 3 സ്റ്റേറ്റ്മെന്റ് കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് ശരിയായല്ലേ പറ്റുള്ളൂ, തെറ്റാവാൻ പറ്റുമോ? അപ്പം D കറക്റ്റ് ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതൊന്ന് മാറ്റി ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് വളരെ ഷെഡ്യൂൾഡ് ട്രൈബ് ആക്കുക, അല്ലെങ്കിൽ വുമൺ ആക്കുക, അല്ലെങ്കിൽ OBC ആക്കുക, എന്ത് വേണമെങ്കിൽ നിങ്ങൾ ആക്കിയോ. XYZ കമ്മീഷൻ കൊടുത്തോ, അത് ഏത് കൊടുത്തു കഴിഞ്ഞാലും ഈ സ്റ്റേറ്റ്മെന്റ്സ് അതാത് വിഭാഗങ്ങളെ സംബന്ധിച്ച് 3 സ്റ്റേറ്റ്മെന്റ് ശരിയായല്ലേ പറ്റുള്ളൂ. ഇപ്പൊ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് എടുക്കുക അല്ലെ, പട്ടികവർഗ കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ. അപ്പൊ അത് വരുമ്പോഴും
അവരനുഭവിക്കുന്ന അവകാശ ലംഘനങ്ങളെ പറ്റിയുള്ള എൻക്വയറി ഈ കമ്മീഷൻ നടത്തില്ലേ? അപ്പൊ ഇതാണ് ഞാൻ പറയുന്നത്, സ്റ്റേറ്റ്മെന്റിന് വലിപ്പം കണ്ട് ടെൻഷൻ അടിക്കേണ്ട. ഒരു സ്റ്റേറ്റ്മെന്റിന്റെ വലിപ്പം കൂടുന്തോറും ആ ചോദ്യം എളുപ്പമാവുകയാണ്. കാര്യം അവിടെ കൂടുതൽ ക്ലൂ ചോദ്യകർത്താവ് ഇങ്ങനെ ഒളിപ്പിച്ചു വയ്ക്കും, അത് കണ്ടെത്തി യൂസ് ചെയ്താൽ മതി. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്, എല്ലാം കാണാതെ പഠിക്കുന്നതിന് പകരം മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഇത് നല്ലതായിരിക്കും. ഇപ്പം ഇതുവരെ ഇപ്പം തമാശക്ക് പറയുന്നുണ്ടല്ലേ, പുരുഷ കമ്മീഷൻ വരാൻ പോകുന്നു എന്നുള്ളത്. കേരളത്തിൽ അതിന്റെ മൂവ്മെന്റ്സ് നടക്കുന്നുണ്ടല്ലേ. സംസ്ഥാന പുരുഷ കമ്മീഷനോ മെൻസ് കമ്മീഷൻ വരാൻ പോകുന്നു അല്ലെ. അപ്പൊ അത്തരത്തിൽ കമ്മീഷൻ വന്നെന്ന് തന്നെ നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോഴും ഈ 3 സ്റ്റേറ്റ്മെന്റും ആ കമ്മീഷനെ സംബന്ധിച്ച് ശരിയാവത്തില്ലേ? അപ്പൊ നിങ്ങൾ അങ്ങനെ ഒന്ന് ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ദ ബോക്സ് മാർക്കുകൾ നിങ്ങൾക്ക് വീഴും. അടുത്തൊരു ചോദ്യം നിങ്ങൾ ജസ്റ്റ് നോക്കാം. അതായത് കേരളം ആരോഗ്യ മേഖലയിൽ ഭയങ്കര അടിപൊളിയായി പെർഫോം ചെയ്തു. അങ്ങനെ നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ ഭയങ്കര ഉയർന്ന റാങ്ക് കിട്ടി. ഇത് എന്താണെന്ന് അറിയില്ലെങ്കിൽ സാരമില്ല, വിട്ടേക്ക്. നിങ്ങൾ ഇത്ര അറിയിരുന്നാൽ മതി, കേരളം ആരോഗ്യ മേഖലയിൽ അടിപൊളിയായ അച്ചീവ്മെന്റ്, നേട്ടങ്ങൾ നേടിയെടുത്തു. അതിന് പ്രധാനപ്പെട്ട റീസൺ എന്താണെന്ന ചോദ്യം. ജനനി സുരക്ഷാ യോജനയാണോ, കുടുംബശ്രീയുടെ ഹെൽത്ത് സർവൈലൻസ് ആണോ, അതോ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ഒള്ളി ഇത് മാത്രമാണോ, അതോ കൺസ്ട്രക്ഷൻ ഓഫ് ഡിസ്ട്രിക്ട് ലെവൽ ട്രോമ സെന്റേഴ്സ് ആണോ? ഇത് നമുക്ക് അപ്പുറം എലിമിനേറ്റ് ചെയ്യാം അല്ലേ. ഇത് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ഇതുകൊണ്ട് മാത്രമാണ് ഒരു അച്ചീവ്മെന്റ് നമ്മൾ നേടിയെടുക്കുമ്പോൾ അതൊരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്, ഒരു സംഭവത്തിന്റെ മാത്രം ഭാഗമല്ല, ഒരൊറ്റ പ്രോഗ്രാമിന്റെ ഫലമായിട്ടല്ല ഒന്നും ഫലവത്താവുന്നത്, ഒരു കൂട്ടായ പ്രവർത്തനമാണ് അല്ലെ. യെസ്. അപ്പൊ ഒള്ളി എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു സ്റ്റേറ്റ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇനി ചോദ്യം കേരള സ്പെസിഫിക് ആണ്. ഈ ജനനി സുരക്ഷാ യോജന അതൊക്കെ ഹിന്ദി പേരല്ലേ, അപ്പൊ അത് ദേശീയ തലത്തിൽ ഇന്ത്യയിലെ മൊത്തത്തിലുള്ള ഒരു സ്കീമല്ലേ അത്? ഇന്ത്യയിലെ മൊത്തത്തിലുള്ള സ്കീമാണത്. ഇവിടെ കേരളത്തിന് മാത്രമായി കിട്ടിയ അച്ചീവ്മെന്റിന്റെ കാരണമാണ് ചോദിക്കുന്നത്. അപ്പൊ ഒരു ഓൾ ഇന്ത്യ സ്കീം അതിനകത്ത് വരുമോ? അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇത് പിന്നെ എലിമിനേറ്റ് ചെയ്യാം. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ അത് നാഷണൽ സ്കീമാണ്, കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കീമാണ്. അത് ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. കേരള സംസ്ഥാനം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കേരള സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയിൽ നേട്ടം കൊയ്യാൻ സാധിച്ചതിന് റീസൺ ആണ് ചോദിക്കുന്നത്. അപ്പൊ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള അതേ സ്കീം കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗുണം കിട്ടുമോ? ഇല്ലല്ലോ. അപ്പം എയും സിയും നമ്മൾ അങ്ങനെ വേണം എലിമിനേറ്റ് ചെയ്യാൻ. പിന്നെ ഉള്ളി എന്നുള്ളതോട് സി എന്തായാലും എലിമിനേറ്റ് ചെയ്യണം. ഇനി അടുത്തത് ബിയും ഡിയും ആണ്. കുടുംബശ്രീയുടെ ഭാഗമായിട്ടുള്ള ഹെൽത്ത് സർവൈലൻസ് അല്ലെ, അവർ ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിൽ മേൽനോട്ടം ഒരു സർവൈലൻസ് നടത്തും. ഇതാണോ അതോ ഡിസ്ട്രിക്ട് ലെവൽ ട്രോമ സെന്റേഴ്സ് ആണോ കേരളത്തിന്റെ ഹെൽത്ത് സെക്ടർ ഇത്രത്തോളം അടിപൊളിയാവാനുള്ള കാരണം? ഇതിൽ നമുക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു കാര്യം കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളാണല്ലേ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ടച്ച് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ എത്ര പേര് ട്രോമ സെന്റേഴ്സിൽ ഡിസ്ട്രിക്ട് ലെവലിൽ പോയിട്ടുണ്ട്? പക്ഷെ നിങ്ങൾ വീഡിയോ 90% ആൾക്കാരെങ്കിലും കുടുംബശ്രീയുടെ ആരോഗ്യ പ്രവർത്തനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. വേസ്റ്റ് കളക്ഷൻ ആവാം, അല്ലെങ്കിൽ അവരുടെ സർവൈലൻസ് ആവാം, കോവിഡ് സമയത്താവാം. അപ്പൊ ഇതല്ല ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇമ്പാക്ട് ചെയ്തിട്ടുള്ള കാര്യം ഇതല്ലേ? അതോ നിങ്ങൾ എല്ലാവരും ഡിസ്ട്രിക്ട് ലെവൽ ട്രോമ സെന്റേഴ്സ് പോയിട്ടുണ്ടോ? എങ്ങനെയാണ് എക്സാമ്പിൾ ചിന്തിക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഒരു പക്ഷേ ഈ ലോജിക്ക് തെറ്റാ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുമ്പോൾ 10 ചോദ്യങ്ങൾ നമ്മൾ ഇത്തരത്തിൽ കറക്കി കുത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭൗതികമായി കറക്കി കുത്തിക്കഴിഞ്ഞാൽ 7 എണ്ണം ശരിയാവും, 3 എണ്ണം തെറ്റും. എന്നാൽ അഗ്രഗേറ്റ് നമുക്ക് 6 മാർക്ക് കിട്ടും. നേരത്തെ നിങ്ങൾ ഇതെല്ലാം സ്കിപ്പ് ചെയ്യുമായിരുന്നു, അപ്പം 0 മാർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. 0 മാർക്കിനേക്കാൾ എന്തുകൊണ്ടും കൂടുതലാണ് 6 മാർക്ക്. ഇതാണ് ഞാൻ പറഞ്ഞത്, റിസ്ക് എടുക്കണം. റിസ്ക് എടുക്കുമ്പോൾ ചില സ്ഥലത്ത് നമുക്ക് മിസ്റ്റേക്ക് പറ്റാം. ഒരു 10 ചോദ്യം കറക്കി കുത്തുമ്പോൾ ഇവിടെ 5 എണ്ണം ശരിയായി 5 എണ്ണം തെറ്റിയപ്പോൾ നമുക്ക് ലാഭമാണ്. നേരത്തെ 0 മാർക്ക് കിട്ടിക്കൊണ്ട് നിർത്താണ് ഇവിടെ അഡീഷണൽ മാർക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ റാങ്ക് പുഷ് ചെയ്യുന്നത്. നിങ്ങൾ PSC പഠിച്ച് തുടങ്ങുമ്പോൾ ഈ ഒരു മെന്റാലിറ്റി നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഇതിന് ആൻസർ ബി ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് റിസ്ക് എടുക്കാനുള്ള മെന്റാലിറ്റി ഉണ്ടോ എന്നും ചോദ്യകർത്താവ് ഇവിടെ പരിശോധിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? നമ്മൾ ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇതൊരു സിവിൽ സർവീസ് മാതൃകയിലുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് നോക്കാം എന്താണുള്ളത്. ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് നീതി ആയോഗ്? നീതി ആയോഗിന്റെ ഫംഗ്ഷൻ അല്ലാത്തതുണ്ട്. ഇവിടെയാണ് ഞാൻ പറയുന്നത് UPSC ചോദ്യങ്ങൾ നമ്മൾ വർക്കൗട്ട് ചെയ്യണം അല്ലെ. ഇനി മറ്റ് സംസ്ഥാനത്തിലെ PSC ചോദ്യങ്ങൾ. ഈ ചോദ്യം ആന്ധ്രാപ്രദേശ് PSCയിൽ അവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറി പരീക്ഷ വന്നിട്ടുള്ളതാണ്. കഴിഞ്ഞ LSTS ബാച്ചിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ പഞ്ചായത്ത് സെക്രട്ടറി പരീക്ഷ നടന്നപ്പോൾ ഉണ്ടല്ലോ, ഞങ്ങൾ ഈ ചോദ്യപേപ്പറുകൾ മറ്റ് സംസ്ഥാനങ്ങൾ ചോദ്യപേപ്പറുകൾ അരച്ച് കലക്കി പഠിപ്പിച്ചാൽ വിട്ടത് കുട്ടികളെ. അതുകൊണ്ട് തന്നെ ഏറ്റവും ഹയസ്റ്റ് റിസൾട്ട് LSTS ഞങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. അപ്പോൾ ഈ ചോദ്യം നമ്മളവിടെ കണ്ടിട്ടുള്ളതാണ്. കാര്യം ഇതൊരു കോപ്പിയുടെ ചോദ്യമാണ്. UPSCയിൽ ഈ മാതൃകയുള്ള ചോദ്യം വരുന്നുണ്ട്. ഒരു ഏജൻസിയെ തന്നിട്ട്
ആ ഏജൻസി ഇറ്റ് ക്യാൻ അലോക്കേറ്റ് ഫണ്ട്സ് ടു മിനിസ്റ്റേഴ്സ് ആൻഡ് സ്റ്റേറ്റ് ലെവൽ ഇംപ്ലിമെന്റേഷൻ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാനുള്ള സാധ്യത വളരെ അധികം. UPSC ചോദ്യം വന്നിട്ടുള്ള ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിനെ സംബന്ധിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്. ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് അലോക്കേറ്റ്സ് ഫണ്ട്സ് ടു ഡിഫറെന്റ് മിനിസ്ട്രീസ് എന്നായിരുന്നു അവിടുത്തെ സ്റ്റേറ്റ്മെന്റ്. ഒരു എൻറ്റിറ്റി, ഒരു പ്രസ്ഥാനം ഇവിടെ നീതി ആയോഗ് തന്നു. എന്നിട്ട് പറയും അതിന് ഫണ്ട് അലോക്കേഷനുള്ള പവർ ഉണ്ടെന്ന്. ഫണ്ട് അലോക്കേഷൻ അല്ലെങ്കിൽ ഒരു പൈസ കൊടുക്കാനുള്ള അധികാരം വളരെ കുറച്ച് ഏജൻസീസിന് മാത്രമേ ഇന്ത്യയിലുള്ളൂ. നീതി ആയോഗ് വേറെ ഒരു തിങ്ക് ടാങ്ക് ആണ്, അതൊരു ഉപദേശക സമിതിയാണ്. അതിനൊരിക്കലും ഈ ഫണ്ട് അലോക്കേറ്റ് കൊടുക്കാൻ പറ്റത്തില്ല. ഈ ടെക്നീക്ക് കുറച്ച് ഡീപ്പാണ്. നമ്മൾ ചോദ്യപേപ്പറുകൾ വിശകലനം ചെയ്ത് ഒരു പാറ്റേൺ മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ഈ കാര്യം പിടിയെടുത്തുള്ളൂ. അതല്ലെങ്കിൽ പഠിച്ചിട്ട് നമുക്കൊരു ഉത്തരവ് എഴുതാം. പിന്നെ പ്ലാനിംഗ് കമ്മീഷന് ശേഷം വന്നതാണ് നീതി ആയോഗ്. നീതി ആയോഗിന് ന്യൂനതയായിട്ട് പറയുന്നൊരു കാര്യം ഇതാ, ഇതിന് ഫണ്ടുകൾ അലോക്കേറ്റ് ചെയ്യാൻ അവകാശമില്ല. ഉപദേശിക്കാം, ഇന്ന സംഭവത്തിന് ഇത്ര രൂപ കൊടുത്താൽ നന്നായിരിക്കും എന്ന് ഗവൺമെന്റിന് ഉപദേശിക്കാം. പക്ഷെ ഇത്ര രൂപ എടുത്ത് കൊടുക്കാനുള്ള അവകാശം നീതി ആയോഗിന് ഇല്ല. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കാൻ. അപ്പം UPSC ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യാം. ഇത് ആന്ധ്രാപ്രദേശ് PSC APPC വന്നിട്ടുള്ളതാണ്. മറ്റ് സംസ്ഥാനത്തിലെ PSC പരീക്ഷകൾ നോക്കുക. ഇപ്പൊ നിങ്ങളൊരു വീട്ടമ്മയാണ് അല്ലെങ്കിൽ വർക്കിംഗ് കാൻഡിഡേറ്റ് ആണ്, പഠിക്കാൻ തീരെ സമയമില്ലാത്ത വ്യക്തിയാണെങ്കിൽ ഈ പാറ്റേണിൽ തന്നെ പഠിക്കണം. ഇത് ഫ്രീ മാർക്ക് നമുക്ക് കിട്ടുന്നത് അല്ലേ? നിങ്ങൾ 10 മണിക്കൂർ കുത്തിയിരുന്ന് പഠിക്കുന്നതിനേക്കാൾ മാർക്ക് നമുക്ക് പലപ്പോഴും ഇത്തരം സ്മാർട്ട് ടെക്നിക്സ് യൂസ് ചെയ്താൽ കിട്ടും. അപ്പോൾ സ്മാർട്ടായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. അങ്ങനെ സമയമാണ് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള റിസോഴ്സ്, അത് പാഴാക്കരുത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ബാച്ചുകളിൽ ഞങ്ങൾ ഇതിൻ്റെയൊക്കെ തീവ്രമായ പരിശീലനമാണ് കൊടുക്കുന്നത്. എലിമിനേഷൻ ടെക്നിക്സ് ക്ലാസ്സുകൾ ഞാൻ തന്നെയാണ് നേരിട്ട് എടുക്കുന്നത്. ലേറ്റസ്റ്റ് ചോദ്യപേപ്പറുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ ഭാഗമായിട്ട് വർക്കൗട്ട് ചെയ്യും. ഇത് നിങ്ങൾക്കുള്ളൊരു ഹോംവർക്കാണ്. ചോദ്യം സിമ്പിളാ. വിച്ച് ഫ്ലാഗ്ഷിപ്പ് സോഷ്യൽ ഡെവലപ്മെന്റ് എയിം, അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം, പോവർട്ടി ഇറാഡിക്കേഷന് വേണ്ടിയിട്ട് ഏറ്റവും അധികം നമ്മൾ യൂസ് ചെയ്യുന്ന സ്കീം ഈ കൂട്ടത്തിൽ ഏതാണെന്ന ചോദ്യം. ക്വസ്റ്റ്യൻ നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ ചോദ്യം എന്താണ്? വിച്ച് ഫ്ലാഗ്ഷിപ്പ് സോഷ്യൽ ഡെവലപ്മെന്റ് പ്രോജക്ട് എയിമിംഗ് ഫോർ പോവർട്ടി ഇറാഡിക്കേഷൻ ഈസ് ബീങ് ഹൈലൈറ്റഡ് ആസ് കാറ്റലിസ്റ്റ് ഫോർ ട്രാൻസ്ഫോർമേഷൻ ഇൻ കേരള. ഈ കൂട്ടത്തിലെ പോവർട്ടി ഇറാഡിക്കേഷൻ സ്കീമിൽ ഏതാണ് കേരളത്തിന്റെ മാറ്റത്തിന്റെ കാറ്റലിസ്റ്റ് അല്ലെ എന്ന് വിശേഷിപ്പിക്കുന്നതാണ് ചോദ്യം. ഏതായിരിക്കും ഈ കൂട്ടത്തിൽ പോവർട്ടി ഇറാഡിക്കേഷന്റെ സ്കീം ഏതാണെന്ന് മാത്രം നോക്കിയാൽ പോരെ? ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ മിസ്ലീഡ് ചെയ്യാനുള്ളതാണ്. ഇത് ഇല്ലെങ്കിൽ പോലും ഈ കൂട്ടത്തിൽ പോവർട്ടി ഇറാഡിക്കേഷൻ സ്കീം ഏതാ പിള്ളേരെ? ആൻസർ ചെയ്തേ, സ്മാർട്ടായിട്ട് ആൻസർ ചെയ്തേ. എക്സാം ഹോളിൽ ഇരുന്നിട്ട് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും കാറ്റലിസ്റ്റ് ഫോർ ട്രാൻസ്ഫോർമേഷൻ, അയ്യോ ഇത് ഞാൻ കണ്ടിട്ടില്ലല്ലോ, പഠിച്ചിട്ടില്ലോ ആലോചിച്ച് ചോദ്യം സ്കിപ്പ് ചെയ്യും. അത് അറിയില്ലെങ്കിൽ പോലും പോവർട്ടി ഇറാഡിക്കേഷൻ സ്കീം ആണെന്നുള്ള ക്ലൂ ക്വസ്റ്റിനകത്തുണ്ട്. അതുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഒരേ ഒരു ഓപ്ഷൻ ഇതിനകത്ത് ഏതാണെന്നുള്ളത് കമന്റ് ചെയ്യാം. DYSP പോലെയുള്ള ഹൈ പോസ്റ്റിലെ ഗസറ്റഡ് റാങ്കിലേക്കുള്ള ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. മറ്റ് ചോദ്യപേപ്പറുകൾക്ക് ഇതിലും എളുപ്പമാണ്. പക്ഷെ നമ്മൾ ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് രീതിയിൽ തന്നെ പഠിക്കാം. തീയിൽ കുരുത്തൽ വെയിലത്ത് പാടില്ല എന്നൊക്കെ പറയുന്ന പോലെ എളുപ്പപ്പണി വേണ്ട, സ്മാർട്ട് വർക്ക് വേണം. പക്ഷെ തീരെ ഉഴപ്പരുത്. നമ്മൾ ചലഞ്ചസിനെ ഹെഡ് ഓൺ തന്നെ ഫേസ് ചെയ്യുക. ഇതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ധാരാളം ബാച്ചുകൾ, ഒരു അഫോർഡബിൾ ഫീസ് സ്ട്രക്ചർ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാച്ചിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും. ഇനി വരാൻ പോകുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അല്ലെങ്കിൽ യൂണിഫോംഡ് ഫോഴ്സ് അല്ലെ, SI, എക്സൈസ് ഇൻസ്പെക്ടർ, ജയിലർ, ഇതിന്റെയൊക്കെ PCM ബാച്ചുകൾ നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 10th + 2 ലെവലുള്ള ബാച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതായത് VFA, BEFCO LD പോലെയുള്ള പരീക്ഷകൾക്ക് നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന ബാച്ച് അല്ലെങ്കിൽ അതിന്റെ കോച്ചിങ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇതിന്റെ കൂടെ ലഭിക്കുന്നതാണ്. ലിമിറ്റഡ് ടൈം ഓഫറാണ്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഞങ്ങൾ ഡെമോ ക്ലാസ്സുകളും മറ്റ് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ് കേട്ടോ. സോ ഓൾ ദ വെരി ബെസ്റ്റ്. ടെലിഗ്രാം ഫാമിലി മെമ്പേഴ്സ് ആവാൻ മറക്കണ്ട. ഈ ചോദ്യത്തിന് ഉത്തരം കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഒരു സുഹൃത്തിനും, അതായത് PSC ജയിച്ച് കാണണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഒരു സുഹൃത്തിനും ഷെയർ ചെയ്യാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.